BJP റംസാൻ കിറ്റ് കൊടുക്കുന്നു. പ്രധാനമന്ത്രിയുടെ എന്തോ കല്യാണി സൗഗന്ധികം എന്താന്ന് പറയുന്ന പരിപാടിയിലാണത്രേ റംസാൻ കിറ്റ് കൊടുക്കാൻ പോകുന്നത്. ക്രിസ്തുമസിന് ഈ കേക്ക് നൽകിയ രീതിയിലാണത്രേ ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കും കിറ്റ് നൽകാനായി ഉള്ള പരിപാടി നടക്കുന്നതായി ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്തു. സന്തോഷം. കിറ്റ് കിട്ടുന്നതുകൊണ്ടല്ല, ഈ കിറ്റ് കൊടുക്കേണ്ട ആ ഉപയോഗമുള്ള മനുഷ്യരാണല്ലോ മറുവശത്ത് എന്ന് കുറച്ചു പേരെങ്കിലും ചിന്തിക്കുന്നത് ഒരു സന്തോഷമാണ്. മനുഷ്യനായതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ അരിയും പഞ്ചസാരയും തേയിലയും ഈത്തപ്പഴവും ഒക്കെയുള്ള കിറ്റ് കൊടുക്കുന്നത്. അല്ലാതെ മൃഗമാണെങ്കിൽ വൈക്കോലോ പുളിയരിപ്പൊടിയോ ഗോതമ്പോ പിണ്ണാക്കോ ഒക്കെയല്ലേ കൊടുക്കേണ്ടത്. അത് വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല. പലപ്പോഴും ഈ ഒരു സമൂഹത്തെയും സമുദായത്തെയും മനുഷ്യരെയും വ്യക്തിപരമായി അറിയാവുന്നവർ പോലും, ബന്ധമുള്ളവർ പോലും, അതിൻ്റെ ഗുണവും ദോഷങ്ങളും എല്ലാം അറിയാവുന്നവർ പോലും ഏകപക്ഷീയമായി വല്ലാതെ ഈ ഇസ്ലാമോഫോബിക്കായി കുറ്റപ്പെടുത്തി അതൊരു ധ്രുവീകരണ സാധ്യതയായി ഉപയോഗിക്കുന്ന സമൂഹത്തിൽ കിറ്റിനേക്കാൾ ആവശ്യം ഞങ്ങളുടെ ഈ ഇൻറ്റേണൽ കിറ്റ് ഉണ്ടല്ലോ, കിഡ്നി, ആമാശയം, മൂത്രസഞ്ചിയൊക്കെ അടങ്ങുന്ന ദൈവം തന്ന ഒരു ഇൻറ്റേണൽ കിറ്റ് ഉണ്ടല്ലോ, നമുക്കെല്ലാവർക്കും തുല്യമായ കിറ്റ്, അത് ഉടച്ചു കളയുന്നത് പോലത്തെ പ്രവൃത്തി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പോലും ആവശ്യമായിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു സത്യസന്ധമായ അഭിപ്രായം. നല്ലതാണ് സൗഹൃദം, പരസ്പരമുള്ള സഹായം, പാലം, ഇതൊക്കെ ആവശ്യമാണ്. പക്ഷേ ഇതെല്ലാം ആവശ്യമാവുമ്പോഴും മനുഷ്യരെ മനുഷ്യരായി കാണാനും ഈ മനുഷ്യനെ അനാവശ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വർഗീയവൽക്കരിച്ച് ധ്രുവീകരിച്ച് സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കി അറിയാവുന്ന സത്യങ്ങൾ പോലും തമസ്കരിച്ച് അത്തരത്തിൽ ചിത്രീകരിച്ച് ബലിയാടാക്കി കളയുന്ന തരത്തിലേക്കൊരു സമൂഹം സഞ്ചരിക്കുമ്പോൾ ഈ കിറ്റ് കൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല. അതിപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർക്ക് കേക്ക് കൊണ്ട് കൊടുത്താലോ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് കിറ്റ് കൊണ്ട് കൊടുത്താലോ ഒന്നും ഈ അനുഭവങ്ങൾ മാറില്ല. മനുഷ്യൻ ജീവിക്കുന്നത് ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നമുക്കൊക്കെ നല്ല അഭിപ്രായങ്ങളുള്ള ധാരാളം BJPക്കാരായ സുഹൃത്തുക്കളുണ്ട്. അവർ പലരും നമ്മളോട് പറയാറുമുണ്ട്, ഞങ്ങളൊക്കെ മീറ്റിംഗ് കൂടുമ്പോൾ പറയാറുണ്ട്, എന്തിനാണ് ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്നതെന്ന്. പക്ഷേ നിർവാഹമില്ല. അത്തരമൊരു അന്തരീക്ഷത്തിൽ അത് ആവേശം കൊള്ളുന്ന കുറേ ആളുകൾ, അത് വിറ്റ് തിന്നുന്ന കുറേ യൂട്യൂബ് ചാനലുകൾ, അതൊരു ഉപജീവനമാർഗമാക്കി അറുമാദിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കൊടിയ വിദ്വേഷികൾ, അണലി മൂർഖൻ ഇനത്തിൽപ്പെടുന്ന വിദ്വേഷ പാമ്പുകൾ, അവരൊക്കെ അഭിരമിക്കുന്നിടത്തോളം കാലം നമ്മുടെ നാടും ജീവിക്കാൻ ദുസ്സഹമായി വരുന്നു എന്നതാണ് സത്യം. കിറ്റില്ലായ്മയല്ല. നമ്മൾ പഴയ കാലത്തെ ദാരിദ്ര്യം നമ്മൾ ഒരുപാട് അനുഭവിച്ചവരാണ്. പണ്ട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, പ്രയാസങ്ങളുണ്ടായിരുന്നു, എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഉണ്ടായിരുന്നില്ല. ഒരു നേരത്തെ ഭക്ഷണമേ ഉണ്ടായിരുന്നുള്ളൂ. 2 നേരമുള്ളത് അപൂർവ വീടുകളിലായിരുന്നു. 3 നേരം ഭക്ഷണമുള്ളവർ അതിസമ്പന്നരായിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി. ഇപ്പോൾ നമുക്ക് ഭക്ഷണം യഥേഷ്ടമുണ്ട്, വസ്ത്രമുണ്ട്, ബാക്കി സൗകര്യങ്ങളൊക്കെ ജീവിക്കാൻ നല്ലൊരു ശതമാനം പേർക്കുമുണ്ട്. പക്ഷേ വെറുതെ കത്തിച്ചു വിടുന്ന വിദ്വേഷം, വെറുപ്പ്, എന്തെങ്കിലുമൊക്കെ താല്പര്യങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ട് ആ കിറ്റിൽ അരിയും പഞ്ചസാരയും അല്ലെങ്കിൽ പയറും മറ്റൊന്നുമില്ലെങ്കിലും പ്രിയ സുഹൃത്തെ, അല്ലയോ മുസ്ലിം സഹോദര, നിങ്ങളെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങളെ ഞങ്ങൾ മേലിൽ അനാവശ്യമായി വേദനിപ്പിക്കാതിരിക്കാം, മുദ്ര കുത്താതിരിക്കാം. ശരികേടുകളെയും വിയോജിപ്പുകളെയും അതിൻ്റെ മാന്യതയോടെ നമുക്ക് ആരോഗ്യകരമായി ചർച്ച ചെയ്യാം എന്നെഴുതിയ ഒരു കുറിപ്പുണ്ടെങ്കിൽ ആ കുറിപ്പാണ് ഈ കിറ്റിനേക്കാൾ ഈ സമുദായം ഇന്ന് പ്രതീക്ഷിക്കുന്നത്. എൻ്റെ അഭിപ്രായം അതാണ്. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായമെന്ന് നിങ്ങൾക്കും രേഖപ്പെടുത്താം.